ഇന്ത്യയിലെ ഓരോ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഒരുപോലെ ഓടിയെത്തിയ ഇരുചക്ര വാഹനമാണ് ഹീറോ. ലോകത്തിലെ ഏറ്റവും വലിയ ഇരുചക്ര വാഹന നിർമ്മാതാക്കൾ എന്ന പദവി 2001 മുതൽ തുടർച്ചയായി നിലനിർത്തിയ കമ്പനിയാണ് ഹീറോ മോട്ടോകോർപ്പ്. പവൻ മുഞ്ചാളിന്റെ നേതൃത്വത്തിൽ സ്പ്ലെൻഡർ പോലെയുള്ള ജനപ്രിയ ബൈക്കുകളിലൂടെ അവർ വലിയ വിജയം നേടി. ഇന്ത്യയിലെ സാധാരണക്കാരുടെ യാത്രകളെ അക്ഷരാർത്ഥത്തിൽ മാറ്റി എഴുതിയത് ഹീറോയുടെ ഈ ബൈക്കുകളായിരുന്നു. മൈലേജും കുറഞ്ഞ അറ്റകുറ്റപ്പണികളും കാരണം ഇന്ത്യക്കാർ ഈ ബൈക്കുകളെ സ്വന്തം കുടുംബത്തിലെ ഒരംഗത്തെ പോലെ സ്നേഹിച്ചു. എന്നാൽ ഒരു കാലത്ത് ഇന്ത്യയുടെ അഭിമാനമായിരുന്ന ഈ കമ്പനി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വലിയ പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത്. ബിസിനസ് തകർച്ചകൾ, കുടുംബ തർക്കങ്ങൾ, നികുതി വെട്ടിപ്പ് ആരോപണങ്ങൾ, കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ നിരന്തരമായ റെയ്ഡുകൾ, ഇലക്ട്രിക് വാഹന വിപണിയിലെ വലിയ പരാജയങ്ങൾ എന്നിവ ഹീറോയെ വല്ലാതെ ഉലച്ചു. ഒരു വലിയ സാമ്രാജ്യം എങ്ങനെയാണ് പ്രതിസന്ധികളുടെ നടുക്കയത്തിൽപ്പെട്ടത് എന്നതിന്റെ പൂർണ്ണ രൂപമാണ് ഈ കഥ. ഹീറോയുടെ ചരിത്രത്തിലെ ആദ്യത്തെ വലിയ പ്രതിസന്ധിയും മാറ്റവും തുടങ്ങുന്നത് 2010-ലാണ്. 1984-ൽ ജപ്പാനിലെ പ്രശസ്തമായ ഹോണ്ടയുമായി ചേർന്ന് തുടങ്ങിയ ഹീറോ ഹോണ്ട എന്ന സംയുക്ത സംരംഭം ഇന്ത്യയിലെ ഏറ്റവും വലിയ ബിസിനസ് വിജയങ്ങളിൽ ഒന്നായിരുന്നു. ഹോണ്ടയുടെ മികച്ച സാങ്കേതിക വിദ്യയും ഹീറോയുടെ ഇന്ത്യയിലെ വിപണന തന്ത്രങ്ങളും ചേർന്നപ്പോൾ അവർ ഇന്ത്യയിലെ ഏറ്റവും വലിയ വാഹന നിർമ്മാതാക്കളായി മാറി. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇരു കമ്പനികളും തമ്മിൽ വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ തുടങ്ങി. ഹീറോയ്ക്ക് അവരുടെ ഇരുചക്ര വാഹനങ്ങൾ ഇന്ത്യക്ക് പുറമെയുള്ള മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യണമെന്ന വലിയ ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ ലോകമൊട്ടാകെ സ്വന്തമായി സബ്സിഡറി കമ്പനികളുള്ള ഹോണ്ട ഈ തീരുമാനത്തെ ശക്തമായി എതിർത്തു. തങ്ങളുടെ വിപണിയിൽ ഹീറോ മത്സരിക്കാൻ വരുന്നത് ഹോണ്ടയ്ക്ക് താല്പര്യമില്ലായിരുന്നു. കൂടാതെ സ്വന്തമായി പുതിയ വാഹനങ്ങൾ രൂപകൽപ്പന ചെയ്യാനായി ഒരു റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വിഭാഗം തുടങ്ങാനും ഹോണ്ട ഹീറോയെ അനുവദിച്ചില്ല. പുതിയ പരീക്ഷണങ്ങൾക്കായി എപ്പോഴും ജപ്പാനിലെ ഹോണ്ടയുടെ പ്രധാന ഓഫീസിന്റെ അനുമതി വാങ്ങേണ്ടി വന്നു. ഒടുവിൽ 2010-ൽ ഇരു കമ്പനികളും തങ്ങളുടെ പങ്കാളിത്തം അവസാനിപ്പിച്ച് വേർപിരിയാൻ തീരുമാനിച്ചു. ഇത് ഹീറോയ്ക്ക് വലിയൊരു ആഘാതമായിരുന്നു. ഹോണ്ടയുടെ സാങ്കേതിക വിദ്യ ഒറ്റയടിക്ക് നഷ്ടപ്പെട്ടത് ഹീറോയെ പിന്നോട്ടടിച്ചു. കമ്പനിക്ക് സ്വന്തമായി എഞ്ചിനുകൾ വികസിപ്പിച്ചെടുക്കാൻ പിന്നീട് വർഷങ്ങളോളം വലിയ പണം മുടക്കേണ്ടി വന്നു. ഹോണ്ടയുമായുള്ള വേർപിരിയലിന് ശേഷം കമ്പനി സ്വന്തമായി മുന്നേറാൻ ശ്രമിക്കുന്നതിനിടയിലാണ് മുഞ്ചാൾ കുടുംബത്തിൽ നിന്ന് തന്നെ അടുത്ത പ്രശ്നം ഉയർന്നു വന്നത്. ഭാവി ഇലക്ട്രിക് വാഹനങ്ങളുടേതാണെന്ന് മനസ്സിലാക്കിയ പവൻ മുഞ്ചാൾ ഇലക്ട്രിക് സ്കൂട്ടറുകൾ പുറത്തിറക്കാൻ തീരുമാനിച്ചു. എന്നാൽ അദ്ദേഹത്തിന്റെ സ്വന്തം അനന്തരവനായ നവീൻ മുഞ്ചാൽ ഇതിനെതിരെ രംഗത്ത് വരികയും കോടതിയെ സമീപിക്കുകയും ചെയ്തു. നവീൻ മുഞ്ചാളിന്റെ നേതൃത്വത്തിലുള്ള കമ്പനിയായ ഹീറോ ഇലക്ട്രിക് വർഷങ്ങളായി ഇലക്ട്രിക് സ്കൂട്ടറുകൾ വിപണിയിൽ വിൽക്കുന്നുണ്ടായിരുന്നു. 2010-ൽ മുഞ്ചാൾ കുടുംബാംഗങ്ങൾ തമ്മിൽ ഉണ്ടാക്കിയ ഉടമ്പടി പ്രകാരം ഹീറോ എന്ന വ്യാപാരമുദ്ര ഉപയോഗിച്ച് ഇലക്ട്രിക് വാഹനങ്ങൾ വിൽക്കാൻ തനിക്ക് മാത്രമേ നിയമപരമായി അവകാശമുള്ളൂ എന്ന് നവീൻ വാദിച്ചു. എന്നാൽ പവൻ മുഞ്ചാൾ ഈ വാദത്തെ അംഗീകരിച്ചില്ല. ഇരുവരും തമ്മിലുള്ള ഈ കുടുംബ തർക്കം ഡൽഹി ഹൈക്കോടതിയിലെത്തി. ഒടുവിൽ ഈ പ്രശ്നം പരിഹരിക്കാനായി ഒരു ആർബിട്രേഷൻ പാനലിന് വിടാൻ 2022-ൽ കോടതി ഉത്തരവിട്ടു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബിസിനസ് കുടുംബങ്ങളിൽ ഒന്നിൽ നടന്ന ഈ നിയമ പോരാട്ടം കമ്പനിയുടെ സൽപ്പേരിനും വിശ്വസനീയതയ്ക്കും വലിയ മങ്ങലേൽപ്പിച്ചു. കുടുംബ പ്രശ്നങ്ങൾക്ക് പിന്നാലെ ഹീറോ മോട്ടോകോർപ്പിനെ ഞെട്ടിച്ച ഏറ്റവും വലിയ സംഭവം നടന്നത് 2022 മാർച്ചിലാണ്. വൻകിട നികുതി വെട്ടിപ്പ് സംശയിച്ച് ആദായ നികുതി വകുപ്പ് കമ്പനിയുടെ 40 ഓഫീസുകളിലും സിഇഒ പവൻ മുഞ്ചാളിന്റെ വീടുകളിലും ഒരേ സമയം റെയ്ഡ് നടത്തി. ദിവസങ്ങളോളം നീണ്ടുനിന്ന ഈ പരിശോധനയുടെ വാർത്തകൾ ഇന്ത്യൻ ഓഹരി വിപണിയെ ഒന്നാകെ പിടിച്ചുലുക്കി. റെയ്ഡിന് ശേഷം പുറത്തു വന്ന വിവരങ്ങൾ കമ്പനിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കി. ഹീറോ മോട്ടോകോർപ്പ് ഏകദേശം 1000 കോടി രൂപയുടെ വ്യാജ ചെലവുകൾ തങ്ങളുടെ കണക്ക് പുസ്തകങ്ങളിൽ കാണിച്ചു എന്ന് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. ഇതിനു പുറമെ ഡൽഹിയിലെ ഛത്തർപൂർ മേഖലയിൽ ഒരു വലിയ ഫാം ഹൗസ് വാങ്ങിയതിൽ 100 കോടി രൂപയിലധികം പണമായി കൈമാറ്റം ചെയ്തുവെന്നും ഉദ്യോഗസ്ഥർ കണ്ടെത്തി. ഇന്ത്യയിലെ ആദായ നികുതി നിയമപ്രകാരം ഇത്രയും വലിയ തുക പണമായി കൈമാറുന്നത് ഗുരുതരമായ നിയമലംഘനമാണ്. എന്നാൽ ഹീറോ മോട്ടോകോർപ്പ് ഈ ആരോപണങ്ങൾ പൂർണ്ണമായും നിഷേധിച്ചു. ഇതൊരു ഊഹാപോഹം മാത്രമാണെന്നും തങ്ങൾ നിയമം കൃത്യമായി പാലിക്കുന്നവരാണെന്നും കമ്പനി ഒരു ഔദ്യോഗിക പത്രക്കുറിപ്പിലൂടെ വിശദീകരിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് എല്ലാവിധ പിന്തുണയും രേഖകളും നൽകിയിട്ടുണ്ടെന്നും കമ്പനി വ്യക്തമാക്കി. പക്ഷേ സാധാരണക്കാരായ നിക്ഷേപകരുടെ ഇടയിൽ ഈ വാർത്ത ഉണ്ടാക്കിയ ഭയം വളരെ വലുതായിരുന്നു. ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡിന്റെ ചൂടാറും മുമ്പ് 2023 ഓഗസ്റ്റിൽ കേന്ദ്ര ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പവൻ മുഞ്ചാളിന്റെ വീട്ടിലും ഓഫീസുകളിലും പരിശോധന നടത്തി. കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമം പ്രകാരമായിരുന്നു ഈ അന്വേഷണം. വിദേശത്തേക്ക് അനധികൃതമായി കോടിക്കണക്കിന് രൂപയുടെ വിദേശ കറൻസി കടത്തി എന്ന ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസിന്റെ ഒരു പഴയ കേസിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇ ഡി അന്വേഷണം ആരംഭിച്ചത്. പവൻ മുഞ്ചാളുമായി വളരെ അടുപ്പമുള്ള ഒരാളാണ്
ഈ വിദേശ കറൻസി കടത്തിയതിന് പിന്നിലെന്നാണ് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയത്. രാജ്യത്തെ ഏറ്റവും ആദരിക്കപ്പെട്ട ബിസിനസ്സുകാരിൽ ഒരാളായ മുഞ്ചാളിന്റെ വീട്ടിൽ ED റെയ്ഡ് നടന്ന വാർത്ത പുറത്തു വന്നതോടെ ഹീറോയുടെ ഓഹരി വില കുത്തനെ താഴേക്ക് പോയി. കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് നിക്ഷേപകർക്ക് അന്നുണ്ടായത്. ഈ സംഭവങ്ങൾ കമ്പനിയുടെ സുതാര്യതയെക്കുറിച്ച് വലിയ ചോദ്യങ്ങൾ ഉയർത്തി. നിയമപരമായ പ്രശ്നങ്ങൾക്ക് പുറമെ ബിസിനസ് രംഗത്തും കമ്പനി പരാജയങ്ങൾ ഏറ്റുവാങ്ങി തുടങ്ങി. ഇന്ത്യയിൽ ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളുടെ വിപണി വളരെ വേഗം വളരുകയായിരുന്നു. ജനങ്ങൾ പെട്രോൾ വിലവർധനവ് കാരണം ഇലക്ട്രിക് സ്കൂട്ടറുകൾ വാങ്ങാൻ താൽപര്യം കാണിച്ചു. പുതിയ കമ്പനികളായ ഓല, ഏതർ, TVS, ബജാജ് തുടങ്ങിയവർ വളരെ വേഗം തങ്ങളുടെ ഇലക്ട്രിക് വാഹനങ്ങൾ വിപണിയിൽ ഇറക്കി വലിയ വിജയം നേടി. എന്നാൽ ഈ വലിയ മാറ്റം മുൻകൂട്ടി കാണാൻ ഹീറോ മോട്ടോകോർപ്പ് പരാജയപ്പെട്ടു. വളരെ വൈകി 2022 അവസാനത്തോടെയാണ് അവർ വിഡ എന്ന പേരിൽ തങ്ങളുടെ ആദ്യത്തെ ഇലക്ട്രിക് സ്കൂട്ടർ പുറത്തിറക്കിയത്. എന്നാൽ വിപണിയിൽ ഇതിന് വലിയ സ്വീകാര്യത ലഭിച്ചില്ല. ഉദാഹരണത്തിന് 2025 ജനുവരിയിലെ കണക്കുകൾ പ്രകാരം ഓല ഇലക്ട്രിക് ഇന്ത്യയിലാകെ 24,000-ലധികം ഇലക്ട്രിക് സ്കൂട്ടറുകൾ വിറ്റപ്പോൾ ഹീറോയുടെ വിഡ വിറ്റത് വെറും 1,615 എണ്ണം മാത്രമായിരുന്നു. പിന്നീട് വിഡയുടെ വിൽപ്പനയിൽ ചെറിയ പുരോഗതി ഉണ്ടായിട്ടുണ്ടെങ്കിലും വിപണിയിൽ ആദ്യമേ സ്ഥാനമുറപ്പിച്ച മറ്റ് കമ്പനികളെ മറികടക്കാൻ ഹീറോയ്ക്ക് സാധിച്ചില്ല. പുതിയ സാങ്കേതിക വിദ്യകളിലേക്കും മാറ്റങ്ങളിലേക്കും വേഗത്തിൽ മാറാൻ കമ്പനിക്ക് കഴിഞ്ഞില്ല എന്നത് വലിയൊരു മാനേജ്മെന്റ് പരാജയമായി ബിസിനസ് ലോകം വിലയിരുത്തുന്നു. ഒരു കാലത്ത് ഇന്ത്യയിലെ ഇരുചക്ര വാഹന വിപണിയുടെ 50% ഹീറോയുടെ സ്വന്തമായിരുന്നു. രാജ്യത്ത് വിൽക്കുന്ന പകുതി ബൈക്കുകളും ഹീറോയുടേതായിരുന്നു. എന്നാൽ പുതിയ കണക്കുകൾ പ്രകാരം കമ്പനിയുടെ തകർച്ചയുടെ ആഴം വ്യക്തമാക്കുന്നതാണ്. 2023 31.33 ആയിരുന്ന അവരുടെ വിപണി വിഹിതം 2024 29.02% കുറഞ്ഞു. 2025 ജനുവരിയിൽ ഇത് വീണ്ടും ഇടിഞ്ഞ് 26.92% മാറി. സാധാരണക്കാർ കൂടുതലായി വാങ്ങിയിരുന്ന എൻട്രി ലെവൽ ബൈക്കുകളായ HF ഡീലക്സ്, പാഷൻ എന്നിവയുടെ വിൽപ്പന കുത്തനെ കുറഞ്ഞു. HF ഡീലക്സിന്റെ വിൽപ്പനയിൽ ഒറ്റയടിക്ക് 56% ഇടിവാണ് രേഖപ്പെടുത്തിയത്. ഗ്രാമീണ മേഖലകളിൽ ഈ ബൈക്കുകൾക്കുണ്ടായിരുന്ന വലിയ ഡിമാൻഡ് പെട്ടെന്ന് ഇല്ലാതായി. പകരം ഗ്രാമീണർ ഹോണ്ടയുടെ ആക്ടീവ, ഷൈൻ, TVSന്റെ വാഹനങ്ങൾ എന്നിവ കൂടുതലായി വാങ്ങാൻ തുടങ്ങി. തങ്ങളുടെ ഏറ്റവും വലിയ ശക്തിയായിരുന്ന ഗ്രാമീണ വിപണിയിലെ തകർച്ച ഹീറോയുടെ മൊത്തം വരുമാനത്തെ സാരമായി ബാധിച്ചു. ഹാർലി ഡേവിഡ്സണുമായി ചേർന്നിറക്കിയ പ്രീമിയം ബൈക്കുകൾ കുറച്ചൊക്കെ വിറ്റുപോയെങ്കിലും മൊത്തം നഷ്ടം നികത്താൻ അത് പര്യാപ്തമായിരുന്നില്ല. കമ്പനി ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധികൾ നേരിടുന്ന സമയത്ത് തന്നെ മുതിർന്ന ഉദ്യോഗസ്ഥർ കൂട്ടത്തോടെ രാജിവെച്ച് പോയത് കമ്പനിയുടെ നട്ടെല്ലൊടിച്ചു. 2025 തുടക്കത്തിൽ ഹീറോയുടെ CEO നിരഞ്ജൻ ഗുപ്ത തന്റെ സ്ഥാനം രാജിവെച്ചു. ഇലക്ട്രിക് വാഹനങ്ങളുടെയും പ്രീമിയം ബൈക്കുകളുടെയും വികസനത്തിന് ചുക്കാൻ പിടിച്ചിരുന്ന ചീഫ് ടെക്നോളജി ഓഫീസർ അരുൺ ജൗറ നേരത്തെ തന്നെ രാജിവെച്ചിരുന്നു. ഇവർക്ക് പുറമെ ചീഫ് ഹ്യൂമൻ റിസോഴ്സ് ഓഫീസർ രചന കുമാർ, 4 വർഷത്തോളം കമ്പനിയിൽ ഉണ്ടായിരുന്ന ചീഫ് ഓപ്പറേഷൻസ് ഓഫീസർ മൈക്കൽ ക്ലാർക്ക് എന്നിവരും രാജിവെച്ചവരിൽ ഉൾപ്പെടുന്നു. ഒരു വർഷത്തിനുള്ളിൽ ഇത്രയും പ്രധാനപ്പെട്ട നേതാക്കൾ കമ്പനി വിട്ടുപോയത് അസാധാരണമായ ഒരു സംഭവമായിരുന്നു. ഇത് കമ്പനിയുടെ ദൈനംദിന പ്രവർത്തനങ്ങളെയും സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതിനെയും വളരെ മോശമായി ബാധിച്ചു. പുതിയ പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ആളില്ലാത്ത അവസ്ഥയായി. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ കമ്പനിയിലെ പഴയ ഉദ്യോഗസ്ഥനായ വിക്രം കസ്ബേക്കറിനാണ് താൽക്കാലിക ചുമതലകൾ നൽകിയത്. മികച്ച കഴിവുള്ള ഉദ്യോഗസ്ഥരെ കമ്പനിയിൽ നിലനിർത്താൻ കഴിയാത്തത് മാനേജ്മെന്റിന്റെ വലിയൊരു വീഴ്ചയായി കണക്കാക്കപ്പെടുന്നു. സാമ്പത്തിക പ്രശ്നങ്ങൾക്കിടയിൽ 2025 ജനുവരിയിൽ ഹീറോ മോട്ടോകോർപ്പിന് ആദായനികുതി വകുപ്പിൽ നിന്ന് വീണ്ടും ഒരു നോട്ടീസ് ലഭിച്ചു. 2020-21 വർഷത്തെ ആദായനികുതിയുമായി ബന്ധപ്പെട്ട് 26.40 കോടി രൂപ അധികമായി അടയ്ക്കണമെന്നായിരുന്നു പുതിയ ഉത്തരവ്. 96.5 കോടി രൂപയുടെ വരുമാന പൊരുത്തക്കേടുകൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു ഈ പിഴ. എന്നാൽ ഈ പിഴത്തുക നിലനിൽക്കുന്നതല്ലെന്നും തങ്ങൾ ഇതിനെതിരെ നിയമപരമായ അപ്പീൽ നൽകുമെന്നും കമ്പനി പ്രതികരിച്ചു. കമ്പനിയുടെ ചരിത്രത്തിൽ പലതവണ തൊഴിലാളി സമരങ്ങളും വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട്. മുൻകാലങ്ങളിൽ ഹീറോയുടെ ഹരിദ്വാർ, ഗുഡ്ഗാവ് ഫാക്ടറികളിൽ വലിയ തൊഴിലാളി പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട്. ഇതിനിടയിൽ ഉദ്യോഗസ്ഥരോട് അച്ചടക്കമില്ലായ്മ കാണിച്ചു എന്നാരോപിച്ച് ചില തൊഴിലാളികളെ കമ്പനി സസ്പെൻഡ് ചെയ്തത് വലിയ പ്രതിഷേധങ്ങൾക്കും പോലീസ് കേസുകൾക്കും കാരണമായി. ഈ സമരങ്ങൾ പലപ്പോഴും വാഹന നിർമ്മാണത്തെയും വിതരണത്തെയും തടസ്സപ്പെടുത്തി. ലോകത്തിലെ ഏറ്റവും വലിയ ഇരുചക്ര വാഹന നിർമ്മാതാക്കൾ എന്ന പേര് ഇപ്പോഴും ഹീറോയ്ക്കുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ കമ്പനി ഇന്ന് നിൽക്കുന്നത് വലിയൊരു അഗ്നിപർവ്വതത്തിന് മുകളിലാണ്. പഴയ വിജയങ്ങളുടെ തണലിൽ വിശ്രമിച്ച അവർ പുതിയ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ വൈകി. ഹോണ്ടയുമായുള്ള വേർപിരിയൽ, കുടുംബത്തിലെ നിയമ പോരാട്ടങ്ങൾ, പുതിയ ഇലക്ട്രിക് വാഹന വിപണിയിലെ മെല്ലെപ്പോക്ക്, ആദായനികുതി ED അന്വേഷണങ്ങൾ ഉണ്ടാക്കിയ കളങ്കം, വിപണി വിഹിതത്തിലെ വൻ തകർച്ച, CEO ഉൾപ്പെടെയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരുടെ കൂട്ടരാജി എന്നിവയെല്ലാം ഹീറോ മോട്ടോകോർപ്പിന്റെ അടിത്തറ ഇളക്കി. ഒരു വശത്ത് ഹോണ്ട, TVS, ഓല പോലെയുള്ള കമ്പനികൾ ശക്തവും പുതിയതുമായ വാഹനങ്ങൾ നിരത്തിലിറക്കി കടുത്ത മത്സരം നൽകുമ്പോൾ മറുവശത്ത് ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഹീറോ പാടുപെടുകയാണ്. ഉപഭോക്താക്കളുടെ മാറുന്ന താൽപ്പര്യങ്ങൾ മനസ്സിലാക്കാനും സാങ്കേതിക വിദ്യയിൽ പുതിയ നിക്ഷേപങ്ങൾ നടത്താനും അവർക്ക് കഴിയേണ്ടതുണ്ട്.
ഇന്ത്യക്കാരുടെ ഹൃദയം കീഴടക്കിയ തങ്ങളുടെ പഴയ പ്രതാപം തിരിച്ചു പിടിക്കാൻ ഹീറോയ്ക്ക് ഇനിയും ഒരുപാട് ദൂരം, ഒരുപാട് പ്രതിസന്ധികൾ താണ്ടി സഞ്ചരിക്കേണ്ടതുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.